ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് മെയ് 1 ഞാൻ എൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടെ കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടാം കേട്ടോ. ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു SCERT ചാപ്റ്ററും ഒരു ടോപ്പിക്കുമാണ്. അധികം വെറുപ്പിക്കണില്ല ആദ്യത്തെ ദിവസം തന്നെ. അപ്പോൾ ഒരു SCERT ചാപ്റ്റർ എന്ന് വെച്ചാൽ 9th സ്റ്റാൻഡേർഡ് പുതിയ ചാപ്റ്റർ ഉണ്ടോ, പുതിയ CRTയിലെ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. പിന്നെ ഒരു ടോപ്പിക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക്ക് കഴിഞ്ഞു എന്നുണ്ട്, ഒരു SCERT ചാപ്റ്ററും കഴിഞ്ഞു എന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമ്മൾ എന്തൊക്കെയോ ഒന്ന് പഠിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. കൂടുതൽ ഭാവിയിൽ നോക്കാം കേട്ടോ. ഇനി വരുന്ന ഡേയ്സ് നമുക്ക് കൂടുതൽ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. നമ്മൾ പഴയ CRTയിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ അതിലും വരുന്ന ലക്ഷ്യപ്രമേയം, ആമുഖം, പിന്നെ നമ്മുടെ കാര്യനിർവഹണ വിഭാഗം, നീതിന്യായം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റുകൾ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്നും കൂടിയും പൊടി തട്ടിയെടുക്കുക. എക്സ്ട്രാ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല. അരും മുക്കും നോക്കി തന്നെ പഠിക്കുക, വെറുതെ വായിച്ച് വിടാതെ. ഇതിലുണ്ട് ലിസ്റ്റുകളെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കും ഇതോടുകൂടിയിട്ട് തന്നെ കവറാവും. ഓക്കെ, ലിസ്റ്റുകൾ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആവണ അതൊക്കെ എക്സ്ട്രാ പോയിൻറ്റ്സൊക്കെ NCERTയിൽ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ടേബിളായിട്ട്. അതൊക്കെ പഠിക്കുക. നോട്ട്സ് ഇല്ലാത്തവർ യൂട്യൂബിലോ അല്ലെങ്കിൽ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഈവനിങ് പറയാം കേട്ടോ. ബൈ.